ഇന്ന് മനുഷ്യരുടെ സ്ഥിതി എന്താണ്? ഒരാൾക്ക് മറ്റൊരാളെ കാണാൻ സാധിക്കാത്ത വിധം ശത്രുതയുടെ കൂറ്റൻ മതിലുകൾ ഉയർന്നു വരുന്നു. കൂറ്റൻ മതിലുകൾ. ഒരാൾക്കും മറ്റൊരാളെ കണ്ടുകൂടാൻ കഴിയാത്ത വിധം, ഒരു വ്യക്തിക്കൊരു വ്യക്തിയെ, ഒരു കുടുംബത്തിനൊരു കുടുംബത്തെ, ഒരു സമൂഹത്തിനൊരു സമൂഹത്തെ, ഒരു സമുദായത്തിനൊരു സമുദായത്തെ, ഒരു രാജ്യത്തിന് മറ്റൊരു രാജ്യത്തെ, ഒരു സംസ്കാരത്തിന് മറ്റൊരു സംസ്കാരത്തോട് വെറുപ്പും വൈരവും വിദ്വേഷവും ലോകത്ത് വളരുമ്പോൾ, ബുനയ്യ, എന്റെ പൊന്നുമോനെ അനസെ, അനസിനോട് പറയുകയാണ്. അനസ് പരിശുദ്ധ റസൂലിന്റെ മകനല്ല എന്ന് നമുക്കറിയാം. പക്ഷെ പറയാൻ പോകുന്ന കാര്യത്തെ അത്രമേൽ ഉത്കടമായ ഹൃദയാലുത്തത്തോടെ, അത്രമേൽ പ്രധാനപ്പെട്ട ഒരു സത്യം ലോകത്തെ പഠിപ്പിക്കുകയാണ്. യാ ബുനയ്യ ഇൻ ഖദിർത അൻ തുസ്ബിഹ വതുംസി ലൈസ ഫീ ഖൽബിക ഗശ്ശുൽ ലിഅഹദിൻ. എന്റെ പൊന്നുമോനെ അനസേ, നേരം പുലരുമ്പോഴും വൈകുന്നേരമാകുമ്പോഴും ഒരാളോടും വെറുപ്പില്ലാതെ ജീവിക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ, ഇതാണ് ലോകം തേടുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നേരം പുലരുമ്പോഴും വൈകുന്നേരമാകുമ്പോഴും ഒരാളെയും വെറുക്കാതെ, പ്രഭാതം വരുമ്പോ, ഉഷസ് വരുമ്പോ, പുലർന്ന് സൂര്യകിരണങ്ങൾ നിന്നെ വന്നുണർത്തുമ്പോ, അതിനു മുമ്പ് നീ പ്രാർത്ഥനക്കായിട്ട് ഉണരുമ്പോ, നീ നിന്റെ ഹൃദയത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം, നിന്റെ ഉള്ളിലേക്കൊന്ന് നോക്കണം. ആരോടെങ്കിലും വെറുപ്പുണ്ടോ എന്ന്? ആരോടുമില്ല. ഒരാളോടും ഒരു വൈരം പോയിട്ട്, വിദ്വേഷം പോയിട്ട്, ശത്രുത പോയിട്ട്, വെറുപ്പ് പോയിട്ട്, ഒരു നീരസം പോലും ഇല്ലാതെ നിനക്ക് പ്രഭാതമാകാനും പ്രദോഷമാകാനും കഴിയുമെങ്കിൽ, വദാലിക മിൻ സുന്നത്തി, അതാണ് എന്റെ പൊന്നുമോനെ അനസേ എന്റെ മാർഗം. അങ്ങനെ നിനക്കാകാൻ കഴിയുമോ? വമൻ അഹ്യാ സുന്നത്തി, എന്റെ സുന്നത്തിനെ ജീവിപ്പിച്ചവനാരോ, ഫഖദ് അഹബ്ബനി, എന്നെ സ്നേഹിച്ചിരിക്കുന്നു. വമൻ അഹബ്ബനി, എന്നെ സ്നേഹിച്ചവനോ കാന മഈ ഫിൽ ജന്ന, എന്നോടൊപ്പം സ്വർഗ്ഗത്തിലായിരിക്കുമെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം.